ഗൈസ് വെൽക്കം ടു ന്യൂ ബ്ലോഗ്. രാവിലെ തന്നെ ഉറക്കുന്നതനുസരിച്ച് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അങ്ങനെ നേരെ സമയം പെയ്തുകൊണ്ട് നേരെ കുളിക്കാൻ വേണ്ടി നേരെ പോകണം. അതിനായിട്ട് ഉള്ള സാധനമെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം നേരെ പൊതുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് മടക്കി വെക്കാമെന്ന് വെച്ചു. അങ്ങനെ പൊതുപ്പും കാര്യമെല്ലാം മടക്കി വെച്ചതിന് ശേഷം ബോൾക്കറ്റും ബ്രഷും എല്ലാം എടുത്ത് നേരെ ബാത്റൂമിലേക്കാണ്. നേരെ പോയിട്ട് ഒന്ന് കുളിക്കണം. വെള്ളത്തിനങ്ങ് നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കല്ലും കാര്യങ്ങളും തേച്ചതിന് ശേഷം നേരെ റൂമിൽ നിന്ന് ഡ്രസ്സും മാറി നേരെ റോപ്പിലേക്ക് നേരെ വിടാമെന്ന് വെച്ചു. ഷോപ്പിൽ തേച്ചിട്ട് പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കറങ്ങി നടന്നു. അതിലും കഴിഞ്ഞ് രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ബേക്കിലേക്കായിരുന്നു പോയത്. ഒരു 3 മണി സമയമാകുമ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടുമ്പോൾ നമ്മൾ പോകുമ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. അങ്ങനെ ഓർഡർ കൊടുത്ത് നേരെ കസ്റ്റമറും കൊടുത്തും പോകുമ്പോഴാണ് ഇവിടെ ഒരു പാർക്ക് കണ്ടത്. ഈ ഗ്രൗണ്ട് കാണുമ്പോൾ കുറച്ച് മുമ്പ് ഞമ്മെല്ലാം കളിച്ചു വരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ ഷോപ്പിലേക്ക് തന്നെ പോകാമെന്ന് വെച്ചു. ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ ബേക്കിലേക്ക് പോകും. സമയമാണെങ്കിൽ ഇപ്പം 3 മണി. മനസ്സൊന്നും ശരിയില്ലാത്തതുകൊണ്ട് ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ ഒരു മൈരൂവ് ടൈം ആകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നേരെ ബേക്കിലേക്കായിരുന്നു. അതിലും കഴിഞ്ഞ് ഒരു ചായ കുടിക്കാൻ ഇന്നൊരു ബക്കറ്റാണ് ഇംഗ്ലീഷുകാരെ. അങ്ങനെ ലാസ്റ്റത്തെ ഓർഡറും കൊടുത്തിട്ട് നേരെ ഷോപ്പിലേക്ക് തന്നെ നേരെ തിരിച്ചു പോകണം. ഈ ഓർഡറും കൂടി പാസ്സാക്കിയതിന് ശേഷം ഒരു ബുക്ക് കിട്ടി. അതാണെങ്കിൽ ഇന്ന് വായിച്ചു തുടങ്ങണം. അതിലും കഴിഞ്ഞ് നേരെ റൂമിലേക്ക് തന്നെയാണ്. ബാക്കി വീഡിയോ നാളെ. ബായ്.